ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംശയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകളുടെ അനിയത്തിയുമായിട്ടാണ് ആ ഒരു കേസ് വരുന്നത്. ഈ മരുമകളുടെ അനിയത്തിയുമായിട്ട് ഇങ്ങനെ ഒരു വൈരാഗ്യം വരാൻ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം എന്തെങ്കിലും ചേച്ചിക്ക് എന്താ തോന്നണേ? ഇല്ല, എനിക്ക് അങ്ങനത്തെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ മയക്കമരുന്ന് വെച്ചിട്ട് എന്നെ കൊടുക്കണം അത്രയ്ക്കുള്ള കുടുംബ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത്ര ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും മയക്കമരുന്ന് വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള, എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാ എന്നെ ഇങ്ങനെ ചെയ്തേന്ന്. ഇപ്പം അവർ ന്യൂസിൽ ഞാൻ കേട്ടത് അവരുടെ 10 ലക്ഷം രൂപയുടെ സ്വർണം, സ്ഥലം ഞാൻ കൈക്കലാക്കിയെന്ന്. അങ്ങനെയല്ല, അത് മോന് വേണ്ടി മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാ, അവരുടെ ഫാമിലിയുടെ സമ്മതത്തോടു കൂടിയാണ് അവരത് പണയം വെച്ചതും മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. 2 മൊബൈൽ ഷോപ്പ് തുടങ്ങി. ഇതിൽ ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല, പൈസ ഇടപാടായിട്ട് ഞാൻ ഒരു ഇതുമില്ല അവരായിട്ട്. പിന്നെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. ഇത്ര വലിയ ക്രൂരതയുള്ള ഒരു അമ്മായിമ്മയൊന്നുമല്ല ഞാൻ. മയക്കമരുന്ന് വെച്ചിട്ട് എന്നെ അകത്താക്കണം. ഇതിപ്പോൾ അവർ വെച്ചത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയ കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഒറിജിനൽ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എനിക്ക് ഓർത്തിട്ട് ഒന്നും മനസ്സിലാവണില്ല എന്തിനു വേണ്ടി എങ്ങനെ ചെയ്തതെന്ന്. പൈസയുടെ ഇടപാട് ഞാനും അവരുമായിട്ട് ഒരു ഇതുമില്ല. ഓക്കെ, ഈ ഒരു വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ വിവാഹം തന്നെ വേണമെന്ന് എന്താ പറയുക, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ്? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ഇങ്ങനെ ബ്രോക്കറാണ്, അവർ വഴിയായിട്ടാണ് ഇങ്ങനെ വന്നത്. ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോണ പെണ്ണാണ്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. അപ്പം എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായില്ല, കുറച്ച് നല്ല തടി ഉണ്ടായി. അപ്പോൾ ഒരു അമ്മയ്ക്ക് അറിയാമല്ലോ മകന് നല്ലൊരു പെണ്ണിനെ വേണം, അങ്ങനെ ഒരു താല്പര്യമായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യം കാണാൻ പോണ പെണ്ണ്, ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് കാണാം, കണ്ടിട്ട് 2-3 കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇവർ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. ഇവർക്ക് ചെറുക്കനെ ഇഷ്ടമായി, നമുക്ക് ആലോചിക്കാം. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കാണാൻ പോയ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കണം, ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം കാണാൻ വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വീട് കാണണം പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വീട് കാണിച്ചു കൊടുത്തു. അപ്പോൾ വാർക്ക മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഈ വീട് പണിയണത്. അപ്പം നമ്മൾക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. പിന്നെ ആ സമയത്ത് കൊറോണ സമയമായിരുന്നു. നമുക്ക് കുറേ ലോക്ക്ഡൗൺ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ വിചാരിച്ച നടന്നില്ല. അപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം നടത്താം. പക്ഷെ അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, പെട്ടെന്ന് കല്യാണം നടത്തണം. അങ്ങനെയാണ്. പിന്നെ അവനും പറഞ്ഞു ഇത് തന്നെ മതി, നമുക്ക് ഇനി വേറെ നോക്കണ്ട. അവനങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പെണ്ണ് കാണുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. അവൻ പറഞ്ഞു അത് കുഴപ്പമില്ല, പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ. അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. മകനായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല, മകനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് കഴിഞ്ഞ പിന്നെ നമ്മളായിട്ട്, അത് ഞാൻ പറഞ്ഞില്ല, കൊച്ചുണ്ടായി. അപ്പൊ നമ്മുടെ മോനെ വളർത്തി നമ്മുടെ മോൻ്റെ കൊച്ചിനെ കാണാനായിട്ട് നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതുവരെ പ്രസവിച്ച വിവരം തന്നെ ഞങ്ങൾ അറിയിച്ചില്ല. ഞങ്ങൾ അയൽക്കാരറിഞ്ഞിട്ടാണ്, ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ അയൽക്കാർ അവർ ഫോട്ടോ ഒക്കെ അയച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊച്ചിനെ കണ്ടത്. അവരായിട്ട് ഞങ്ങളെ വിളിക്കുക ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആദ്യം ഒരുമിച്ചായിരുന്നു. പിന്നെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, അന്നാണ് ലാസ്റ്റായിട്ട് ഓഗസ്റ്റ് 2023 ഓഗസ്റ്റിലാണ് മോനെ കണ്ടത്. പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാനും ഹസ്ബൻഡും വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയായിരുന്നു. മരുമകള് കല്യാണത്തിന് ശേഷം എങ്ങനെയായിരുന്നു? ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ. പിന്നെ കുടുംബം സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലാണ്ട് പറയത്തക്ക കാരണങ്ങളൊന്നും ഉണ്ടായില്ല. വല്ല ഡ്രസ്സിൻ്റെ ഇതിലോ, അത് ഞാൻ പറഞ്ഞില്ല കുറച്ച് തടി ഉണ്ടായി, അപ്പം നല്ല ഡ്രസ്സ് ഇടാനായിട്ട് അത് നമ്മൾ ടോർച്ചറൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറയും എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് വരുമ്പോൾ ഒന്ന് പറയും. മോഡേണായിട്ട് നടക്കുന്ന ഇപ്പൊ എന്റെ മോളാണെങ്കിലും ഞാൻ പറയും, അത് പറയും. അവര് കേൾക്കണതും കേൾക്കാത്തതും അവരുടെ ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യേ പീഡിപ്പിക്കേ ഒന്നും ഉണ്ടായിട്ടില്ല.
അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്തെങ്കിലും വഴക്കുകൾ മൂർച്ഛിച്ച എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണം നടക്കുമ്പോൾ 1 വർഷം 3 മാസം ആവണുള്ളൂ. ചെറിയ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കാനാ? പിന്നെ ഞാൻ ഈ കാലത്ത് പാർലറിലേക്ക് വന്നെങ്കിൽ 8-9 മണിയാകുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പിന്നെ രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പോണത്. പിന്നെ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മാത്രം, അതും ചിലപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പാർലറിൽ തന്നെ ആയിരിക്കും. ഇതിലെനിക്ക് വഴക്കിടാനും പറയാനുമുള്ള സമയമില്ല. അതാണ് ഏറ്റവും മെയിൻ. മരുമകളുടെ അനിയത്തി ലിവിയയുടെ ഒരു സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് മനസ്സിലാവും, പക്ഷെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ മയക്കമരുന്നിന്റെ ഇതിലൊന്നും എനിക്ക് സംശയം വന്നിട്ടില്ല. പക്ഷെ ഭയങ്കര ലാവിഷായിരുന്നു അവളുടെ ജീവിതം. സാധാരണ കുടുംബമാണ്. വീട്ടില് അപ്പൻ കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് പഞ്ചായത്തിൽ എന്തോ ആണ് ജോലി. അപ്പൊ സാധാരണ കുടുംബം അല്ല. ഇവള് പറഞ്ഞെങ്കിൽ ഭയങ്കര, ഇപ്പൊ ബാംഗ്ലൂരിലേക്കൊക്കെ പോയിട്ട് വരും, ഫ്ലൈറ്റിലൊക്കെയാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഇവള് ബാംഗ്ലൂരിലേക്ക് പോയിട്ട് വരാറുണ്ട്. അപ്പൊ അവിടെ പഠിക്കായിരുന്ന പറയണത്. എന്താ പഠിക്കണമെന്നും നമുക്കറിയില്ല. നമുക്ക് ഇപ്പൊ അനിയത്തിയുടെ കാര്യം തിരക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അധികം ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്ത് അങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ചെയ്യണം, അപ്പൊ അവള് മോഡലിങ് എന്താ ചെയ്യണം, അപ്പൊ അവൾ ആരെ സ്പോൺസർ ചെയ്യാനുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ എന്നോടൊക്കെ നല്ല സ്നേഹമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ചേച്ചീനെ കല്യാണം കഴിച്ച് കൊടുത്ത വീടല്ല, അപ്പൊ കാണാനായിട്ട് ചേച്ചീനെ കാണാൻ അങ്ങനെ വന്ന് തലേ ദിവസം വരും, ഒരു ദിവസം നിൽക്കും, പിറ്റേ ദിവസം പോവും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ നാരായണദാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൂടെ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലിവിയയുടെ ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇവര് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല. നാരായണദാസ് പരിചയം, അതായത് കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കേട്ടിട്ടുള്ള പേരാണോ? ഇല്ല, കേൾക്കാതെ പേരാണ്. കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ ഈ പേരേ കേട്ടിട്ടില്ല. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ഇത് ഞാൻ പുറത്തൊക്കെ വന്ന് ജാമ്യം കിട്ടിയൊക്കെ പുറത്ത് വന്ന് പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായല്ലോ, ഇത് സത്യാവസ്ഥ അറിയണം. അങ്ങനെയാണ് എക്സൈസ് കമ്മീഷണർ, അത് ക്രൈംബ്രാഞ്ച്, അവരാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായി. അവരാണ് ഈ നാരായണദാസിനെ കണ്ടുപിടിച്ചത്. ഇന്റർനെറ്റ് കോൾ വഴിയാണ് ആള് വിളിച്ചതെന്നാ പറയുന്നത്. അങ്ങനെ അവരാണ് കണ്ടുപിടിച്ചത് ഈ നാരായണദാസിനെ. അപ്പൊ നാരായണദാസും ലിവിയുമായിട്ടുള്ള കണക്ഷൻ അവര് കണ്ടുപിടിച്ച് പേപ്പറിൽ വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഈ നാരായണദാസിനെ കുറിച്ച്. ഈ ബാംഗ്ലൂരാണ് ആള്? ബാംഗ്ലൂരാണ്. ഇവര് രണ്ടുപേരും ഒരുമിച്ച് അവിടെ താമസിക്കുന്ന പറയുന്നത്. പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. നാരായണദാസ് എനിക്ക് തോന്നുന്നു ഒരു 55 വയസ്സുള്ള ഒരാളാണ് അല്ലെ? ലിവിയക്ക് എത്ര വയസ്സുണ്ട്? ലിവിയക്ക് ഒരു 20, കല്യാണം കഴിയുന്ന സമയത്ത് 20 വയസ്സ്. ഇപ്പൊ ഒരു 3 വർഷമായി. ഇപ്പൊ ഒരു 22 വയസ്സ് 21 വയസ്സ് അത്രയേ ഉള്ളൂ. ഒന്ന് ഇപ്പൊ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളതാണല്ലോ ചേച്ചിക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അവര് തമ്മിൽ വല്ല ഇല്ലീഗലായിട്ട് ഉണ്ടാവോ എന്തോ എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. അറിയണ കാര്യമല്ല നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ ന്യൂസ് വരുമ്പോഴുള്ള ഇപ്പൊ ഈ നൈജീരിയക്കാരന്റെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങിയെന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ മയക്കുമരുന്നായിട്ട് വല്ല കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് ഒരു പെണ്ണ് വാങ്ങി നമ്മുടെ ബാഗിൽ വെക്കുക, ഇത്ര ക്രിമിനൽ മൈൻഡായിട്ട്, അതും കറക്റ്റ് ക്വാണ്ടിറ്റി, എനിക്ക് ഇത്ര ശിക്ഷ കിട്ടണം, അപ്പൊ ഇത്രയ്ക്കൊക്കെ വിവരം ഉണ്ടെങ്കിൽ അപ്പൊ ആൾക്ക് ഇതിന്റെ മുൻകൂട്ടി ഇതിനെ കുറിച്ചുള്ള എല്ലാം വിവരം അറിയായിരിക്കാം. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള എന്തെങ്കിലും വഴികൾ നോക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നോട് പറയാം, എന്നോടാണെങ്കിലും പറയാം, ഞങ്ങൾക്ക് തനിച്ച് താമസിക്കണം. മക്കളുടെ സന്തോഷമല്ല എന്റെ സന്തോഷം. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതും. അവരുടെ കാര്യം നോക്കാം. അപ്പൊ മോന്റെ കാര്യത്താണ് എനിക്ക് ബാധ്യത ഉണ്ടാവാനായിട്ട് കാര്യം. വീട് പണിയും പിന്നെ കൊറോണ സമയത്ത് വന്നതും ആ സമയമായിരുന്നു മോളുടെ കല്യാണം. എല്ലാം കൂടി വന്ന് പിന്നെ ഹസ്ബൻഡിന് സുഖമില്ല. എല്ലാം കൂടി ഒരു ഒറ്റ സ്ത്രീയായി ഞാൻ ഈ ഒരു ചെറിയ പാർലർ വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. ലാസ്റ്റ് ഒരു കുടുംബം, എൻ്റെ തെറ്റ്, ഞാൻ കുടുംബം സ്നേഹിച്ചു. ഇത് ഒന്നു മാത്രമുള്ളൂ ഞാൻ ചെയ്ത തെറ്റ്. അല്ലാണ്ട് ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ആളെ പിടിച്ചല്ലോ, നാരായണദാസിനെ പിടിച്ചു. നാരായണദാസ് സമ്മതിച്ചു. മരുമോളുടെ അനിയത്തി ലിവിയ പറഞ്ഞിട്ടാണ് ആളിത് ചെയ്തത്. അങ്ങനെ അപ്പോൾ ആളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ അവരുടെ സ്വത്തും ഇതും തട്ടിയെടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് അവരിത് ചെയ്തത്, അങ്ങനെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ലിവിയനെ പിടിച്ചിട്ടില്ല, ലിവിയനെ പ്രതി ചേർത്തിട്ടുണ്ട്. ലിവിയ ദുബായിലേക്ക് ഈ കേസ് ഒക്കെ ഇതായപ്പോൾ തന്നെ ആള് സ്ഥലം വിട്ടു, ദുബായിലേക്ക് പോയി. ഇനി ലിവിയനെ കൂടുതൽ ചോദ്യം ചെയ്താലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിലും കാര്യങ്ങൾ അറിയാൻ പറ്റുക, അല്ലെങ്കിൽ മരുമകൾക്കും ഇതിനകത്തുള്ള ഒരു പങ്കിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റാന്ന് തോന്നുന്നു. മരുമോൾക്കും പങ്കുണ്ടാവും, അല്ലാണ്ട് ലിവിയക്ക് മാത്രം എന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ ലിവിയ അല്ലല്ലോ എന്റെ കൂടെ താമസിക്കണത്, മരുമോളല്ലേ. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞ ഈ സംഭവം നടക്കണ തലേ ദിവസം ഇവര് കുറേ സ്ഥലത്ത് വീട്ടിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന്, ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ പിന്നെ പാടാണ്, ഇവർ കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായി. പിന്നെ വൈകിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ അവര് കൂടുതലും ഒറ്റയ്ക്കായിരുന്നു അതോ മരുമകളും ഉണ്ടായിരുന്നു? മരുമകളും ഉണ്ടായി, രണ്ടുപേരും കൂടിയാണ്. ആ സമയത്ത് വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടായില്ല. ആ സമയത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു, വടക്കാഞ്ചേരിയിൽ ജോലിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞാനും മോനും മരുമോളും ലിവിയ. അതായത് 27-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്, തലേ ദിവസം തിങ്കളാഴ്ച, തലേ ദിവസം 26 ഞായറാഴ്ച. അന്ന് 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് തന്നെ ഇവള് വീട്ടിലേക്ക് വന്നു. വന്നിട്ട് ആ 26-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോയി. 27-ാം തീയതി തിങ്കളാഴ്ചയാണ് വൈകിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്.